എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവർ വിവാഹിതരായാൽ സീരിയൽ വരാൻ പോകുന്ന എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അങ്ങനെ അജയുടെയും അഞ്ജനയുടെയും കല്യാണ നിശ്ചയങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. മുത്തശ്ശി പൂജയ്ക്കിടയിൽ തന്നെ ആരതി ഒഴിയാൻ വേണ്ടി വിളക്ക് എടുത്തുകൊണ്ട് വരാൻ പറയുന്നത് ഭൂമിയോടാണ്. ഭൂമിയാണ് ആ വിളക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഒട്ടും തന്നെ നമ്മുടെ ഭവാനിക്കും അഞ്ജനയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൾക്ക് ആ വീട്ടിലൊരു സ്ഥാനം കൊടുത്തത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഭവാനിക്ക്. ഭൂമി വിളക്ക് കൊണ്ട് കൊടുക്കുന്നതിന് ശേഷം എനിക്കും ആരതി ഒഴിയണം മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് അഞ്ജന. അങ്ങനെ അഞ്ജനയും അജയും ചേർന്ന് ആരതിയുന്നുണ്ട്. അജയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. അഞ്ജനയുടെ നിർദ്ദേശപ്രകാരമാണ് അജയ് ആ വിളക്കെടുക്കാൻ നിൽക്കുന്നത്. ദിവസം കൂടെ പറയുന്നുണ്ട്, മോൻ ധൈര്യമായിട്ട് ആരതി ഒഴിഞ്ഞു എന്ന് തന്നെ പറയുവാണ്. ശേഷം അജയ് ആണെങ്കിൽ അഞ്ജനയോടൊപ്പം ആരതി ഒഴിയാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട്. ആരതി ഒഴിയാൻ വേണ്ടി വിളക്കെടുക്കുന്ന സമയത്ത് ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജനയുടെ ഫോണിലോട്ട് ഒരു കോള് വരുന്നുണ്ട്. അങ്ങനെ കോള് വിളിക്കുന്ന സമയത്ത് അഞ്ജനയുടെ ശ്രദ്ധ ഫോണിലോട്ട് പോകുന്നുണ്ട്. കോള് വരുന്നത് കണ്ട് അഞ്ജന ഒന്ന് ഞെട്ടുന്നു. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന വിളക്ക് വീഴാൻ പോകുന്നുണ്ട് തറയിലേക്ക്. വിളക്ക് താഴെ വീഴാൻ പോകുന്ന സമയത്ത് ആ വിളക്കിനെ താങ്ങി പിടിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഭൂമിജയാണ്. അങ്ങനെ ആരെങ്കിലും ആ വിളക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ ആ വിളക്ക് ആരതി ഒഴിയണം, അല്ലെങ്കിൽ എന്തോ കുടുംബത്തിനെന്തോ പ്രശ്നം അങ്ങനെ എന്തോണ് പറയാറ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഭൂമിജയുടെ കയ്യിൽ ആ വിളക്ക് കിട്ടുന്നു. അങ്ങനെ അജയും ഭൂമിജയുമായിട്ട് ആ വിളക്ക് ആരതി ഒഴിയുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ അഞ്ജനയ്ക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ അഞ്ജന നിൽക്കുന്നത്. അതിനു പുറമെ തന്നെ ഭവാനിയാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യം പിടിച്ച് ആണ് നിൽക്കുന്നത്. മാറിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന് തന്നെ ആപത്തുണ്ടാകും എന്ന് ഇനി പറയുന്നത് കേട്ടിട്ട് അവര് തന്നെയാണ് പിന്നെ ആരതി ഒഴിഞ്ഞത്. ഭൂമിജയും നമ്മുടെ അജയും ചേർന്നാണ് ആരതി ഒഴിഞ്ഞത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രംഗം തന്നെയായിരിക്കും. അവര് രണ്ടുപേരും വിളക്കൊഴിയുന്നതാണ് നമുക്ക് എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആഗ്രഹം. ഇത് കാണുമ്പോൾ തന്നെ അഞ്ജനയ്ക്ക് കട്ടക്കലിപ്പാണ് നമ്മുടെ ഭൂമിജയോട്. എനിക്കാണെങ്കിൽ ദേഷ്യം അടക്കാനേ കഴിയുന്നില്ല. സമയത്ത് ഭവാനി വന്ന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ ഭൂമിജയെ. ഒക്കെ ചെയ്യാൻ നീ ആരാടി? കേൾക്കുമ്പോ തന്നെ ഭൂമിക്ക് കണ്ണു നിറഞ്ഞു നിൽക്കുവാണ്. സമയത്ത് നമ്മുടെ മുത്തശ്ശി സമാധാനിപ്പിക്കുന്നുണ്ട് ഭൂമിജയെ. സമയത്ത് ഭൂമിജ പറയുവാണ്, സാരമില്ല മുത്തശ്ശി, അവര് പറയുന്നതിൽ തെറ്റില്ല, ഞാൻ പലഹാര കച്ചവടക്കാരിയല്ലേ. ആ സമയത്ത് മുത്തശ്ശി പറയുവാണ്, മോളെ നിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത്. സത്യദാസ് ആ സമയത്ത് പറയുവാണ്, മോളെ വിളക്ക് വീഴാതെ സൂക്ഷിച്ചത് നീയാണ്. ആ വിളക്ക് താങ്ങി പിടിച്ച് നമ്മുടെ കുടുംബത്തെയാണ് രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് മോളെ. പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് സത്യദാസ് സമാധാനിപ്പിക്കുന്നുണ്ട് ഭൂമിജയെ. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി എല്ലാവരോടും കൂടെ പറയുന്നുണ്ട് ഭൂമിയോടുള്ള തർക്കവും പ്രശ്നവും എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി. സമയത്ത് മുത്തശ്ശി പറയുകയാണ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. നമ്മുടെ അജിയും അഞ്ജനയുമായിട്ടുള്ള കല്യാണത്തിനെ പറ്റിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇവിടെ വെച്ചത് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും പറയുന്നു. അക്കാര്യം എല്ലാവരോടും അറിയിക്കുകയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഭവാനിക്കും അഞ്ജനയ്ക്കും ഭയങ്കര സന്തോഷമാണ്. വെച്ചാൽ ആ വീടിന്റെ മൊത്ത സ്ഥാനവും ഇവർക്ക് ലഭിക്കുമല്ലോ അജയെ വിവാഹം കഴിക്കുന്നത് വഴി. ആണ് പ്രധാനമായിട്ട് അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ ഭൂമി അവിടെ വെച്ചുണ്ടാക്കിയ പ്രശ്നങ്ങളെ എല്ലാവരും തന്നെ മറന്നു കഴിഞ്ഞു. പക്ഷെ ഭവാനിയുടെയും അഞ്ജനയുടെയും മനസ്സിൽ അതങ്ങനെ നിൽക്കുന്നുണ്ട് ആ വാശി. എന്നാൽ അഞ്ജനയും ഭവാനി ആ സമയത്ത് വെച്ചാൽ അജയുമായിട്ടുള്ള വിവാഹം മുത്തശ്ശി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ അവർ ആ കാര്യം മറന്നിരിക്കുന്നു. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അഞ്ജന എത്തുന്നുണ്ട്. അഞ്ജന ഭൂമിയോട് സംസാരിക്കുന്നുണ്ട്. അവളോട് എനിക്ക് 2 വാക്ക് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശിയോട് കൂടി തന്നെ അഞ്ജനയാണെങ്കിൽ നമ്മുടെ ഭൂമിജയുടെ അടുത്തേക്ക് പോകുന്നു. ഭൂമിയോടാണെങ്കിൽ അഞ്ജനയാണെങ്കിൽ അനാവശ്യമായിട്ട് കുറെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഭൂമി ക്ഷമിച്ചിരിക്കും. പക്ഷെ പിന്നെ അങ്ങ് ഭൂമിയുടെ ഇത് കയ്യിൽ നിന്ന് വിട്ടുപോകും. കാരണം എന്ന് വെച്ചാൽ അവളുടെ അച്ഛനെ പറ്റിയൊക്കെ അനാവശ്യം പറയുവാണ്. ആ സമയത്ത് അഞ്ജന പറയുവാണ്, നിനക്ക് ഈ വീട്ടിൽ കയറി വരണമെന്നൊക്കെ ആഗ്രഹമുണ്ടല്ലേ ഡി? ഒരിക്കലും നടക്കത്തില്ല. പലഹാര കച്ചവടക്കാരിയാണ്. നീ നിന്റെ സ്ഥാനത്ത് നിൽക്കണം, കേട്ടല്ലോ. വീട്ടുജോലിക്കാരി ആയിട്ടാണ് നീ ഇവിടേക്ക് വന്നത്. അങ്ങനെയുള്ളവള് ഇവിടേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കഴിഞ്ഞോളണം എന്ന് തന്നെ അഞ്ജന പറയുവാണ്. ഇത് ഷെയിംലെസ് ജോലിയാ എന്നൊക്കെ നമ്മുടെ അഞ്ജന പറയുന്ന സമയത്ത് നമ്മുടെ ഭൂമിജ പറയുവാണ്, ഷെയിംലെസ് ജോലിയോ? ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. എനിക്കത് സെൽഫ് റെസ്പെക്ട് ആയിട്ടാണ് തോന്നുന്നത്, അല്ലാതെ ഷെയിംലെസ് ജോലിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഭൂമി അഞ്ജനയോട് പറയുന്നത്. അഞ്ജനയ്ക്കാണെങ്കിൽ ആ സമയത്ത് ദേഷ്യം അങ്ങ് വരുന്നുണ്ട്. അഞ്ജന വിചാരിച്ചത് ഭൂമി എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. കേൾക്കുന്ന കാര്യങ്ങള് ഭൂമിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അവൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അവൾക്ക് മനസ്സിലായി അഞ്ജനയ്ക്ക്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ അഞ്ജന പറയുവാണ്, നീ ചെയ്തത് എന്താണെന്ന് അറിയോ? നിനക്ക് ഫാദർലെസ് പരിപാടികളാണ്. നിനക്കൊന്നും അച്ഛൻ കാണത്തില്ല. ഉണ്ടായാൽ തന്നെ
ചെറ്റയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനെ പറയുന്ന സമയത്ത് ഭൂമിയുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. ഭൂമി ആ സമയത്ത് അഞ്ജനയുടെ ചെകിടത്ത് നോക്കി ഒരടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഭൂമിജ പറയുവാണ്, എന്ത് ഞാൻ ക്ഷമിക്കും, പക്ഷെ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ അത് മാത്രം ഞാൻ സഹിക്കത്തില്ല എന്ന് ഭൂമിജ പറയുവാണ്. ഈ സമയം തന്നെ അവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അജയ് കാണുന്നുണ്ട്. ഭൂമിജ അഞ്ജനയ്ക്ക് അടിയൊടുക്കുന്നത് അജയ് ഓടിയെത്തുന്നുണ്ട്. ആ സമയത്ത് അജയ് ചോദിക്കുവാണ്, എന്താ നീ കാണിച്ചത്, എന്തിനാ നീ അവളെ അടിച്ചത്? ആ സമയത്ത് നമ്മുടെ ഭൂമിജ പറയുവാണ്, അടിക്കും സാർ, ഞാൻ എന്റെ അച്ഛനെ ഇവൾ പറഞ്ഞത്, എന്റെ അച്ഛനെ പറഞ്ഞാൽ ഇനിയും ഞാൻ അടിക്കും. എന്നാ പിന്നെ നീ എന്നെ അടിക്കോ, എന്നെ അടിക്കോടി നീ എന്ന് അജയ് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ആ സമയത്ത് ഭൂമിജ പറയുവാണ്, എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ ആരെയും അടിക്കും, വധശിക്ഷ തന്നാൽ പോലും ഞാൻ എന്റെ അച്ഛനെ പറയുന്നവരെ അടിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് ഭൂമിജ. സമയത്ത് കണ്ണീരോടെയാണ് ഭൂമി ഈ കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിജ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് സത്യദാസിനെ കണ്ടൊക്കെ യാത്ര പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ അച്യുതൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ഭവാനിയെ കാണുന്നുണ്ട്. ഭവാനി അച്യുതനെയും കാണുന്നുണ്ട്. രണ്ടുപേരും ഞെട്ടി നിൽക്കുവാണ്. എന്നിട്ട് പെട്ടെന്ന് ഭവാനി ചിന്തിക്കണം, ഇത് അച്യുതനല്ലേ, അയ്യോ ഞാൻ അഭിരാമിയെ കൊല്ലാൻ ഏൽപ്പിച്ച അച്യുതനല്ലേ ആ പോകുന്നത്, ഇയാൾ എന്താ ഇവിടെ എന്നൊക്കെ ഭവാനി ആലോചിക്കുവാണ്. ഇനി ഞാൻ ഏൽപ്പിച്ച ആ കൊച്ചിനെ അച്യുതൻ കൊന്നില്ലേയിരിക്കോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വീട്ടിൽ പോയതിനു ശേഷം നമ്മുടെ അച്യുതൻ കാര്യങ്ങളെല്ലാം അംബികയെ അറിയിക്കുന്നു. എന്നിട്ട് അച്യുതൻ പറയുവാണ്, നമ്മുടെ മോളോട് ആ വീട്ടിലെ എല്ലാവർക്കും എന്ത് സ്നേഹമാണെന്നറിയാമോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോള് നമ്മുടെ ഭാഗ്യമാ അംബികയെ. സമയത്ത് അംബിക പറയുവാണ്, അത് പിന്നെ ആർക്കാ അറിയാത്തത്. എന്നിട്ട് അച്യുതൻ പറയുവാണ് ഒരു വിഷമത്തോടു കൂടി തന്നെ, ആ ഭാഗ്യം നമ്മുടെ കൈവിട്ട് പോകുമോ എന്ന് അറിയത്തില്ല അംബികയെ. സമയത്ത് അംബിക പറയുവാണ്, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ശേഷം കാണിക്കുന്ന വെച്ചാൽ ഭൂമി വീട്ടിലേക്ക് വരുന്നുണ്ട്. അച്യുതനോടൊക്കെ ഈ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വീട്ടിലെ എല്ലാവരും നല്ല ആൾക്കാരാ, ഇതുമാത്രം ആൾക്കാരാ ആ വീട്ടില്. അപ്പച്ചൻ, അപ്പിച്ചി, മാമൻ, മാമി, മുത്തശ്ശൻ, മുത്തശ്ശി, എന്ത് രസമായിരിക്കും ആ വീട്ടില്. എന്നിട്ട് വീണ്ടും ഭൂമിജ പറയുവാണ്, സത്യദാസ് സാറിന്റെ മകളെ ഞാൻ കണ്ടായിരുന്നു, റൂമില് ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്ന ഞാൻ കണ്ടു, എന്ത് സുന്ദരി മോളാ. അതുപോലെ തന്നെ ആ മോളെ പോലെ അത്രയും സുന്ദരിയാണ് മോളുടെ അമ്മയും. ആ കുട്ടിയുടെ അമ്മയും മിസ്സിംഗ് ആണ്. സമയത്ത് അച്യുതൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഭൂമിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല ഉണ്ടല്ലോ, അത് കണ്ടിട്ട് അച്യുതൻ ഒന്ന് ഞെട്ടുന്നുണ്ട് വീണ്ടും. ഈ മാല കണ്ടിട്ട് ഇനി ആ വീട്ടുകാർ ഇതായിരിക്കും അഭിരാമി എന്ന് വിചാരിക്കുമോ? ഭവാനി ഇക്കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിമിഷം പോലും താമസിക്കത്തില്ല, ഭൂമിയെ ഉടൻ തന്നെ കൊന്നിരിക്കും. ഒക്കെ പേടിച്ചുകൊണ്ട് നമ്മുടെ അച്യുതൻ ഭൂമിജയുടെ കയ്യിൽ നിന്ന് ആ മാല ഊരി വാങ്ങുന്നുണ്ട്. ഇനി ആ മാല ഉടൻ തന്നെ അഴിച്ചു കൊടുക്കുന്നുണ്ട് അച്യുതൻ. എന്നിട്ട് ആ മാല ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നുമുണ്ട്. അച്യുതൻ മനസ്സിൽ പറയുവാണ്, ഇതിലാണ് എന്റെ മോളുടെ സേഫ്റ്റി എല്ലാം ഇരിക്കുന്നത്, ഇക്കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ അവളുടെ ജീവിതം നശിക്കും, അവളെ അവര് കൊന്നുകളയും എന്ന് പേടിച്ച് അച്യുതൻ ആ മാലയെ സേഫ് ആയിട്ട് തന്നെ ഒളിപ്പിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ അച്യുതൻ റോഡിൽ വെച്ച് ഭവാനി ആ ഏൽപ്പിച്ച ഗുണ്ട ഉണ്ടല്ലോ, ആ ഗുണ്ടയെ കാണുന്നുണ്ട് അച്യുതൻ. ഒരു തവണ ആ ഗുണ്ടയെ കാണുമ്പോൾ അച്യുതന് പേടി കൂടി വരുന്നുണ്ട്. കാണുന്ന സമയത്തെല്ലാം നമ്മുടെ അച്യുതൻ ഓടി മറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ പൂജ ദിവസം ഉണ്ടായ ആ സീനെല്ലാം കണ്ടിട്ട് ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ അഞ്ജന രാത്രി ഇരുന്ന് മദ്യപിച്ച് ലെക്ക് കെടുവാണ്. അഞ്ജനയെ കുടിക്കുന്ന രംഗം എല്ലാം നമ്മുടെ മുത്തശ്ശി കാണുന്നുണ്ട്. മുത്തശ്ശി എന്നിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, ഇവളുടെ ഈ കല്യാണം ഇനി വേണമോ വേണ്ടയോ എന്ന് എനിക്കൊന്ന് തീരുമാനിക്കേണ്ടതാണ് ഭവാനിയോടും നമ്മുടെ അഞ്ജനയോടും. സമയത്ത് അഞ്ജനയും ഭവാനിയും പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഇനി ഇത് കാരണം ഈ വിവാഹം മുടക്കുമോ എന്ന് കരുതി ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. പേടിച്ചിട്ട് ഭവാനി അഞ്ജനയെ നല്ല വഴക്കൊക്കെ പറയുന്നുണ്ട്. ഭവാനി അതിനു പുറമെ ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് ചെകിടത്ത് ഭവാനിയെ. നമ്മുടെ ഈ വീട്ടിലെ എല്ലാ സ്ഥാനങ്ങളും നമ്മുടെ കയ്യിൽ ഒതുക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് അജയുമായിട്ടുള്ള വിവാഹം സ്വപ്നം കാണുന്നത്. അത് ഈ അഞ്ജന തകർക്കുമല്ലോ എന്ന് വിഷമത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ അഞ്ജനയുടെ ചെകിടത്ത് അടിക്കുവാണ് ഭവാനി. എന്നിട്ട് അഞ്ജനയോട് ഭവാനി പറയുവാണ്, നിന്നെ വെച്ചിട്ടാണ് ഞാൻ ഇതിന് പ്രതികാരമെല്ലാം ചെയ്യാൻ പോകുന്നത്, പക്ഷെ നീ കാരണം അതൊന്നും നടക്കത്തില്ല എന്നാ തോന്നുന്നത്. അവളോട് പറയുന്നുണ്ട്, നീ കോവിലിൽ പോയിട്ട് കയ്യിൽ കർപ്പൂരം കത്തിച്ചിട്ട് പ്രാർത്ഥിക്കണം, ഇത് കാണുമ്പോൾ മുത്തശ്ശിയുടെ മനസ്സാലിയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജനയെ കോവിലിലേക്ക് അയക്കുന്നുണ്ട് ഭവാനി. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവര് അമ്പലത്തിൽ പോയി ഇത് കയ്യിൽ കർപ്പൂരൊക്കെ എത്തിക്കുന്നത് മുത്തശ്ശി കാണുമ്പോൾ മുത്തശ്ശിയുടെ മനസ്സലിയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇവരുടെ വിവാഹം ഉറപ്പിക്കുന്നുണ്ട് മുത്തശ്ശി. ശേഷം നമ്മുടെ അജയ് ആണെങ്കിൽ അഞ്ജനയോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നത്, കല്യാണത്തിൽ എനിക്ക് ഇഷ്ടമല്ല, നീ ആയിട്ട് തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം, കാരണം എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല, ഇത് പറഞ്ഞാലും എന്റെ അമ്മയോ മുത്തശ്ശിയോ ഒന്നും കേൾക്കാൻ പോകുന്നുമില്ല, അതുകൊണ്ട് നീ തന്നെ ഈ വിവാഹത്തിൽ നിന്ന് മാറണം, അതുകൊണ്ട് നീ എന്നെ ഇക്കാര്യത്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം.
ഞാൻ നിന്നെ ഇന്ന് വരെ എന്റെ ഭാര്യയായിട്ട് നിന്നെ കണ്ടിട്ടില്ല. കല്യാണം ഒന്ന് എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് അഞ്ജനയോട് പറയുന്നുണ്ട്. സമയത്ത് അഞ്ജന പറയുവാണ്, നീ ഇതുവരെ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി അങ്ങനെ കണ്ടാൽ മതി. സമയത്ത് അജയ് ആണെങ്കിൽ അഞ്ജനയെ വിവാഹം കഴിക്കില്ല എന്നൊരു തീരുമാനം തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശരി, ഞാൻ വീട്ടിൽ സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കിക്കൊള്ളാം എന്ന് അഞ്ജന പറയുന്നുണ്ട്. അത് വെറുതെ പറയുന്നതാണ് അഞ്ജന. പക്ഷേ ഈ വീട്ടിൽ പോയി അഞ്ജന പറയുന്നത് വേറെ കാര്യമാണ്. ഉടനെ തന്നെ എൻഗേജ്മെന്റ് നടത്തണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് തന്നെ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി തീരുമാനിക്കുകയാണ്, അജയുടെയും അഞ്ജനയുടെയും താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടത്താമെന്ന് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ അച്യുതന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മുടെ അച്യുതൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഒരു രോഗത്തിനെ കുറിച്ച് മുമ്പ് തന്നെ ഡോക്ടർ ഭൂമിയോട് പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ആവത്തില്ല ഭൂമി. ആ സമയത്ത് ആലോചിക്കുവാണ്, പണമൊന്നും റെഡി ആയിട്ടില്ലല്ലോ, ഫോൺ എടുക്കാനൊക്കെ നോക്കി ഡോക്ടറെ, ഒന്നും സാധിച്ചില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഡോക്ടറെ. ഭൂമി വീണ്ടും ധൈര്യത്തോടെ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഞാൻ പണം റെഡി ആക്കിക്കോളാം മാഡം, എന്നിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് അച്ഛന് നല്ല ധൈര്യം കൊടുക്കാം മാത്രമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇക്കാര്യമൊന്നും അച്ഛനോട് പറയണ്ട. സമയത്ത് ഡോക്ടർ പറയുവാണ്, കുറെ തവണയായില്ലേ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്, ഇനി അറിയാതിരിക്കുന്നത് ശരിയാവില്ല. ശരിയാണോ ഭൂമി എന്ന് തന്നെ ഡോക്ടർ ചോദിക്കുവാണ് ഭൂമിയോട്. സമയത്ത് ഭൂമിച്ച പറയുവാണ്, പറയരുത് ഡോക്ടർ, എന്റെ അച്ഛന്റെ ജീവൻ നിലനിർത്താൻ ഒരു ചെറിയ ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരല്പം മനോധൈര്യം അച്ഛനൊന്ന് കൊടുക്കട്ടെ ഞാൻ. അതുകൊണ്ട് പറയരുത്, അച്ഛനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയത്തില്ല. ഭൂമിച്ച പറയുന്നത് കേട്ടപ്പോൾ ആ സമയത്ത് സമ്മതിക്കുന്നുണ്ട്, പറയത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഡോക്ടറിനോട് ഇക്കാര്യമൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ അച്യുതൻ ഏതായാലും ഈ രോഗത്തെ പറ്റി ഉടൻ തന്നെ അറിയും. അതുപോലെ തന്നെ നമ്മുടെ അഞ്ജനയാണെങ്കിൽ ഭൂമിജയും നമ്മുടെ അജയും പ്രണയത്തിലാണെന്ന് കരുതി ഈ ഭൂമിക്കിട്ട് ഒരുപാട് പണി കൊടുക്കുന്നുണ്ട്. അഞ്ജന ഭൂമി ഇല്ലാത്ത സമയത്ത് കടയിൽ വന്നിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അഭിരാമിയാണ് ഈ ഭൂമിജ എന്ന് അറിയുന്നത് മുൻപേ തന്നെ അജയുടെയും ഭൂമിജയുടെ വിവാഹം കഴിയും ഏതായാലും. കാരണം അച്ഛന്റെ സർജറിക്ക് വേണ്ടി ഉടൻ തന്നെ പണം ആവശ്യമാണല്ലോ. അത് കാരണം അജയുടെ ഒരു പ്ലാനില് നമ്മുടെ ഭൂമിജ ഉണ്ടാകുന്നു. തന്നെ നമ്മുടെ അച്ഛൻ്റെ സർജറി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പണം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമിജ കണ്ടെത്തും. അത് കണ്ടെത്തുന്നത് വേറെ ആരുടെ കയ്യിൽ നിന്നുമല്ല, നമ്മുടെ അജയുടെ കയ്യിൽ നിന്നും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അജയുടെയും നമ്മുടെ ഭൂമിജയുടെയും വിവാഹം ഉടനെ തന്നെ നടക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നത്. ഒക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.